ഇനി പോകുന്നത് തൃശൂരിലേക്കാണ്. തൃശൂർ ചേലക്കരയിൽ കാട്ടാന വീടിന്റെ മേൽക്കൂര തകർത്തു. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം നടന്നത്. ചെറങ്കോണം ചീരാപ്പറമ്പിൽ അലിയുടെ വീടിന് മുകളിലേക്ക് കൂറ്റൻ പന കാട്ടാന മറിച്ചിടുകയായിരുന്നു. ചേലക്കരയിലെ ജനവാസ മേഖലയിൽ നിന്നും വിട്ടൊഴിയാതെ കാട്ടാനകൾ ഇവിടെ നിലയുറപ്പിക്കുകയാണ്. കാട്ടാന പേടിയിലാണ് താങ്കൾ ജീവിക്കുന്നതെന്നും സ്ഥിരമായി കാട്ടാന ശല്യം പ്രദേശത്തുണ്ടെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ആന ഇപ്പോൾ ഇന്നലെ രണ്ടെണ്ണം ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതാണ് ആനയുടെ ഒരു രാത്രി ഒരു 10:30 ആയി കഴിഞ്ഞാൽ ആന ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ആന ഇറങ്ങുന്നത്. ഒരുപാട് മരങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട് തന്നെ. അപ്പോൾ അത് കാരണം എന്താ നശിപ്പിക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ ഈറമ്പനി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിറയെ നിൽക്കുന്നുണ്ട്. ലൈറ്റ് ഉണ്ട്, പക്ഷേ അത്ര വെളിച്ചമുള്ള ലൈറ്റ് അല്ല അവിടെ നിന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആന ഇപ്പോൾ ലൈറ്റ് കണ്ടാലും ഒരു ഇതും ഇല്ല. ആന പ്രസ്സിൽ നിന്ന് വരും. അവർ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ആന പോകും. പക്ഷേ പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ ആന അങ്ങനെ വരികയാണ്. അപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങൾ സാനു കെ സജീവ് പങ്കുവെക്കുന്നതാണ്. സാനു, എന്തൊരവസ്ഥയാണ്? അതായത് നമ്മൾ കരുതുന്നത് നാം ഏറ്റവും സുരക്ഷിതരായിരിക്കുന്നത് നമ്മുടെ വീട്ടകങ്ങളിലാണെന്നാണ്. എന്നാൽ ഇപ്പോൾ ചേലക്കരയിലെ ജനങ്ങൾക്ക് സ്വന്തം വീടുകളിൽ പോലും മനസമാധാനമായി കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടെന്നാണല്ലോ ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. വനം വകുപ്പ് എന്തെങ്കിലും നടപടി ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ടോ സാനു? അതിലെ ചേലക്കരയിലാണ് കാട്ടാന ശല്യത്തെ തുടർന്ന് പൊറുതിമുട്ടിയ ഒരു പറ്റം ആളുകൾ താമസിക്കുന്നത്. പതിവായിട്ട് ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നു എന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. അതുപോലെ തന്നെ ഇന്നലെയും സമാനമായിട്ടൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ചേറങ്കോണത്താണ്, ചേലക്കര ചേറങ്കോണത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കാട്ടാനകൾ വലിയ എണ്ണപ്പന മറിച്ച് അവിടെ ഒരു വീടിന് മുകളിലേക്ക് ഇട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പതിവായിട്ട് ഈ കാട്ടാന വരുന്നു. ആ കാട്ടാനകളെയൊക്കെ തുരത്തി ഓടിക്കാൻ വേണ്ടി ഈ നാട്ടുകാരൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കും. അതേപോലെ തന്നെ വെളിച്ചമൊക്കെ അടിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ കാട്ടാന ഇതിലൊന്നും ഭയന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ തുടർച്ചയായിട്ടുള്ള ഈ കാട്ടാന അക്രമത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വന്യജീവി അക്രമത്തിൽ നിന്ന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ചേലക്കരയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതേ സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് പാലപ്പള്ളിയിലും. തൃശ്ശൂരിന്റെ മറ്റൊരു പ്രദേശമാണ് ഈ പാലിപ്പള്ളിയിൽ സമാനമായിട്ടുള്ള അവസ്ഥ തന്നെ അവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഈ അതിരപ്പള്ളിയിലെ അടക്കം കാട്ടാനയുടെ ദൗത്യം കാട്ടാന തുരത്തൽ ആരംഭിച്ചതിന് ശേഷം വലിയ രീതിയിൽ പാലിപ്പള്ളിയിലും ഇതേ രീതിയിലുള്ള കാട്ടാനയുടെ ശല്യമുണ്ട്. ഒപ്പം തന്നെ ചേലക്കരയിലും അതേപോലെ തന്നെ അതിരപ്പള്ളിയിലും പാലിപ്പള്ളിയിലും അടക്കം ജില്ലയുടെ പല ഭാഗങ്ങളിലും സമാന നിലയിൽ തന്നെ കാട്ടാനയുടെ ശല്യമുണ്ടാകുന്നു, കാട്ടാനയുടെ അക്രമം ഉണ്ടാകുന്നു. ഈ വിഷയങ്ങളിലൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ചേറങ്കോണത്തെ ജനങ്ങളുടെ പ്രതികരണമാണ്. ആ പ്രദേശത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സമാനമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നു. കാട്ടാനകളും അതേപോലെ തന്നെ കാട്ടുപന്നികളടക്കം ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു, വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നു. ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ അടിയന്തര ഇടപെടൽ വനം വകുപ്പിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശരി സാനു, അതായത് ഈ ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകളും മറ്റു വന്യജീവികളും ഒക്കെ ഇത്തരത്തിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ആളുകൾക്ക് മനസ്സമാധാനമായി സ്വന്തം വീട്ടകങ്ങളിൽ കിടന്നുറങ്ങാൻ കഴിയുന്നത്, മുറ്റത്തേക്കൊന്ന് ഇറങ്ങാൻ കഴിയുന്നത്? എന്തായാലും വനം വകുപ്പ് കർശനമായ നടപടി എത്രയും വേഗം സ്വീകരിച്ചില്ല എങ്കിൽ ഇപ്പോൾ തൃശ്ശൂരിൽ ചേലക്കരയിൽ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. എത്രയും വേഗം വനം വകുപ്പ് നടപടി സ്വീകരിച്ചേ മതിയാകൂ.